ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ട് കോസ്റ്റ് പ്ലാനിങ് നടത്താം, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ള ഒരു 6 മെത്തേഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ തമ്പ് റൂളായിട്ട് തന്നെ കരുതിക്കോളും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻറ്റ് പ്ലാനിങ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ലോങ് ടൈം പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വീടുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്ലാൻ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അതിനെ നമുക്ക് കോംപ്ലക്സിറ്റി കുറച്ചുകൊണ്ട് സിമ്പിളായിക്കൊണ്ട് എത്രത്തോളം ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനിലേക്ക് എത്തിക്കുക, അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് ഏരിയ കുറച്ചുകൊണ്ട് അതിനൊരു കോമ്പാക്ട് സൈസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് മെത്തേഡ്. അതായത് അനാവശ്യമായിട്ടുള്ള സർക്കുലേഷൻ സ്പേസസുകൾ, അനാവശ്യമായിട്ടുള്ള ഡിസൈൻ പരമായിട്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും സ്പേസ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏരിയ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എന്നാൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏരിയ കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ഒരു കോമ്പാക്ട് സൈസിലേക്ക് എത്തിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടി ഒരു നല്ല ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ടൈം എടുത്തുകൊണ്ട് തന്നെ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ്. അതായത് എന്തൊരു പ്രൊജക്റ്റ് ആയാലും നമുക്കത് ലൈവായിട്ട് അത് കെട്ടണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു കാര്യം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എഫിഷ്യൻസി അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് നമ്മുടെ പ്ലോട്ടിനടുത്ത് തന്നെ ലോക്കലി ഒരുപാട് സപ്ലൈ ഉള്ള മെറ്റീരിയൽ ആയിരിക്കും എപ്പോഴും റേറ്റ് കുറവായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സൈറ്റിലേക്ക് ഉപയോഗിക്കാം. അതായത് ഒരുപാട് നമുക്ക് പുറത്തുനിന്നുള്ള മെറ്റീരിയൽ നമുക്ക് കുറച്ചാൽ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതിനുള്ള റേറ്റ് എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നൊരു വില്ലാ പ്രൊജക്റ്റ് ഉണ്ട്. കാക്കനാടാണ് അത് വരുന്നത്. ഒരു 34 യൂണിറ്റുള്ളൊരു വില്ലാ പ്രൊജക്റ്റാണ്. അപ്പോൾ അവിടെ നമ്മളും അതിൻ്റെ ബിൽഡറും കൂടെ നമ്മൾ ഒന്നിച്ചൊരു പ്ലാൻ ചെയ്തിട്ടൊരു മെത്തേഡിക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ ക്ലേ കണ്ടന്റ് ഉള്ള മണ്ണാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി മണ്ണെടുക്കുന്നുണ്ട്. അത് കുറച്ചൊരു സ്ലോപ്പിംഗ് സൈറ്റാണ്. അപ്പോൾ കുറച്ച് കട്ടിങ്ങും കുറച്ച് ഫില്ലിങ്ങും ഒക്കെ വരുന്നുണ്ട് റോഡുകൾക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ മണ്ണ് വെറുതെ വേസ്റ്റ് ആവാതെ പോവാതെ ആ മണ്ണിൽ ക്ലേ കണ്ടന്റ് ഉള്ള മണ്ണാണ്. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി ഒന്ന് പരിശോധിച്ചു. അപ്പോൾ അതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കംപ്രസ്ഡ് CSEB ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അത് തന്നെ നമുക്ക് ആ വില്ലാ പ്രോജക്റ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു ലോക്കലി കിട്ടുന്ന മെറ്റീരിയലാണ്. ആക്ച്വലി നമുക്ക് വേസ്റ്റായി പോകുന്ന ആ മണ്ണ് തന്നെ നമുക്ക് റീയൂസ് ചെയ്തിട്ട് നമുക്കവിടെ ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം തന്നെ ആ സൈറ്റിൽ നിന്ന് കിട്ടുന്ന മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ രീതിയിലുള്ള കോസ്റ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയൊരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഒരു ചെറിയ പ്രോജക്റ്റ് ആയാലും അപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ ഇമ്പോർട്ടഡ് മെറ്റീരിയലിലേക്ക് കൂടുതൽ പോവാതെ നമുക്ക് ലോക്കലി എവിടെ നിന്നാണോ സോഴ്സ് ചെയ്യാൻ എളുപ്പം, കൂടുതൽ സപ്ലൈ ഉള്ള മെറ്റീരിയൽ ഏതാണോ അപ്പോൾ അത് നമ്മൾ കൂടുതൽ നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോസ്റ്റ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ലേബറാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഏജൻസീസ് വർക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യണം, അതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്യണം, അതിൻ്റെ ഫ്ലോറിങ് ചെയ്യണം, അതിൻ്റെ ഫാബ്രിക്കേഷൻ റൂഫ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഇത്രത്തോളം ഏജൻസീസ് ഓഫ് വർക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മിനിമലൈസ് ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് ഒരു എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയർ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ഏജൻസി അതിൽ ഇൻവോൾവ് ആണ്. അതായത് സിവിൽ വർക്ക് ചെയ്യാൻ ഒരു ടീം വേണം, അതുപോലെ അതിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്യാൻ, ഫാബ്രിക്കേഷൻ ചെയ്യാൻ ഒരു ടീം വേണം, അതുപോലെ ഫ്ലോറിങ് ചെയ്യാൻ ഒരു ടീം വേണം. അപ്പോൾ ഒരു 3 ഏജൻസീസ് അവിടെ വന്നു. അത് മിനിമലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഒരു ഏജൻസിയിലേക്ക് അത് ചുരുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് അതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഹാൻഡ് റെയിൽ നമുക്ക് ബ്രിക്ക് വർക്കിൽ തന്നെ ഒരു ഹാൻഡ് റെയിൽ ചെയ്യുകയോ, അല്ലെങ്കിൽ നമുക്ക് ഫ്ലോറിങ് ചെയ്യുമ്പോൾ ഒരു ഓക്സൈഡ് ഫിനിഷിലേക്ക് അതിൻ്റെ സ്റ്റെപ്പൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒറ്റൊരു ഏജൻസിയിൽ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റെയർ കേസ് ചെയ്തെടുക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ഇത് പല കേസുകളിലും അപ്ലിക്കബിളാണ്. അതൊരു എസ്തെറ്റിക് രീതിയിൽ തന്നെ അത് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരൊറ്റ ഏജൻസി കൊണ്ട് തന്നെ അത് തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു ഏജൻസി കഴിഞ്ഞ് അടുത്ത ഏജൻസി വരാനുള്ള ടൈമൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. ഇതൊക്കെ നമുക്കൊരു കോസ്റ്റ് പ്ലാനിങ് രീതിയിലേക്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് യൂസാണ്. അതായത് നമ്മളൊരു ബിൽഡിങ് പണിയാൻ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ വേണ്ടി ലാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ
ഈ ഒരു പ്ലാനിങ് നമ്മൾ ചെയ്യണം. ആക്ച്വലി നമ്മൾക്കൊരു സ്ലോപ്പായിട്ടുള്ള സൈറ്റുകൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് നമുക്കൊരു സെയിം കോസ്റ്റിൽ തന്നെ നമുക്കൊരു ഫ്ലാറ്റ് ലാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ സ്ലോപ്പിംഗ് സൈറ്റ് ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഫ്ലാറ്റ് ലാൻഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. കാരണം സ്ലോപ്പിംഗ് സൈറ്റ് ആകുമ്പോൾ നമ്മൾക്ക് റീറ്റെയിനിങ് വാൾ എന്നൊരു അഡീഷണൽ ആയിട്ടൊരു റീറ്റെയിൻ വാൾ പല കേസുകളും ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ അങ്ങനെ ഒരു കോസ്റ്റിലേക്ക് നമുക്കത് കയറിപ്പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെയിം കോസ്റ്റിൽ തന്നെ ഒരു ഫ്ലാറ്റും ഒരു സ്ലോപ്പഡ് സൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ലാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻസിയാണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് കൂടെ ആവണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ബിൽഡിംഗ് പണിഞ്ഞു കഴിഞ്ഞാലും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി അതിൽ നമ്മൾ ചിലവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സാമ്പിൾ ഒരു പാസീവ് കൂളിംഗ് ആയിട്ട് നമുക്കൊരു ബിൽഡിങ് ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫോഴ്സ്ഡ് ആയിട്ട്, അതായത് ആക്റ്റീവായിട്ട് വെന്റിലേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീട്ടിലായാലും നമ്മളെപ്പോഴും ഒരു ഹോട്ട് എയർ വന്നിട്ട് ഒരു കൂൾ എയർ വന്ന് ഹോട്ട് എയർ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് എപ്പോഴും കൊടുക്കാറുണ്ട്. അതൊരു പാസീവായിട്ട് തന്നെ നടക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാറ്. അതായത് പ്രത്യേകിച്ച് ഒരു ഫോഴ്സ്ഡ് ആയിട്ടൊരു ഫാനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലി നടക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻ്റെ എനർജി, അതായത് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എനർജീസ് കുറയ്ക്കാൻ പറ്റും. കുറച്ചും കൂടെ കംഫർട്ടബിൾ ലിവിങ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ റീയൂസ് ആൻഡ് റീസൈക്കിളാണ്. അതായത് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു പഴയ ബിൽഡിംഗ് പൊളിച്ചിട്ടാണ് അവിടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലെ കുറച്ച് നല്ല വിൻഡോസോ അങ്ങനെ ജോയിനറീസ് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ കുറച്ചും കൂടെ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു സാധനം ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് റീസൈക്കിളായിട്ട് മെറ്റീരിയൽ ചെയ്തെടുക്കാൻ പറ്റും. അത് ഓൾറെഡി പൊളിച്ച ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് നമുക്കത് ബിൽഡിങ്ങിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു 6 റൂൾസ്. ഞങ്ങൾ ഫോളോ ചെയ്യാറുള്ളൊരു റൂൾസാണത്. എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, എപ്പോഴും ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുള്ളൊരു 6 ഗോൾഡൻ റൂളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.